ദേവാമൃതം. നമസ്കാരം. ദൈവചിന്തകളെ സ്വാംശീകരിച്ച് നമ്മിലേക്ക് എത്തിക്കുവാനും അതോടൊപ്പം തന്നെ മൂല്യങ്ങളെ നിലനിർത്തുവാനും തിരികെ കൊണ്ടുവരുവാനുമായി ശ്രമിക്കുന്ന ദേവാമൃതത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ. സാഗരം അറിവിൻ്റെ സാഗരം ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം. സർവലോകർക്കും നാഥനായ ശ്രീ നാരായണ ഗുരുദേവൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജാതി നിർണയം എന്ന കൃതിയിലൂടെയാണ് നമ്മുടെ യാത്ര. നാം ഭഗവാന്റെ അടുത്ത പദ്യത്തിലേക്ക് കടക്കുകയാണ്. നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്നു വിപ്രനും പറയൻ താനുമെന്തുള്ള അന്തരം നരജാതിയിൽ. നരജാതിയിൽ നിന്നാണ്, മനുഷ്യവംശത്തിൽ നിന്നാണ് വിപ്രൻ, ബ്രാഹ്മണൻ, പറയൻ, ഏറ്റവും താഴെയുള്ളതും ഏറ്റവും മുകളിലുള്ളതും, ഇവരെല്ലാം പിറന്നത് നരജാതിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇവർക്കിടയിൽ മറ്റു ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. നാം മഹാഭാരതത്തിലും ഒക്കെ അല്ലാതെയുള്ള ജന്മങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദ്രൗണത്തിൽ നിന്നാണ് ദ്രോണർ ഉണ്ടായത് എന്ന് പറയും. എന്താണ്? പുരുഷൻ്റെ ബീജം ഒരു ദ്രൗണത്തിൽ വീണിട്ട്, ഒരു ആവനാഴിയിൽ വീണിട്ട് അതിൽ നിന്നുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ വികല്പങ്ങളാണ്. ഇതൊക്കെ പ്രതീകങ്ങളാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്താണത്? യഥാർത്ഥത്തിലുള്ള ഒരു വൈവാഹിക ജീവിതത്തിൽ നിന്നല്ല ആ ഒരു സന്തതി പിറന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം 101 കലശങ്ങളിൽ മാംസം മുറിച്ച് വെച്ചിട്ട് ആ 101 മാംസ കഷ്ണങ്ങളിൽ നിന്നാണ് കൗരവർ ഉണ്ടായതെന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ സാങ്കത്യം? 101 രാഗദ്വേഷങ്ങൾ. ഈ രാഗദ്വേഷങ്ങളാണ് എന്ത്? 101 രാഗദ്വേഷങ്ങളാണ് ഈ കൗരവർ, 101 സംഖ്യ വരുന്ന കൗരവർ എന്ന് പറയുന്നത്. അവർ മനുഷ്യരല്ല, അവർ പ്രതീകങ്ങളാണ്. 101 രാഗദ്വേഷങ്ങളും ദൈവത്തിൻ്റെ അസിസ്റ്റൻസോടുകൂടി, ദൈവത്തിൻ്റെ ഗൈഡൻസോടുകൂടി പ്രവർത്തിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളും തമ്മിലുള്ള യുദ്ധമാണ് മഹാഭാരത യുദ്ധമെന്ന് പറയുന്നത്. അതിനെ ഒരു രാജവംശത്തിലേക്ക് ആരോപിച്ചിട്ട് അതിൻ്റെ കഥയാക്കി നമ്മെ അവതരിപ്പിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അത്ഭുതങ്ങളിലും കഥകളിലും മാത്രം വിശ്വസിച്ച് ജീവിതത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന നാം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് മഹാമുനിമാർ ഇതെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ രാഗദ്വേഷാദികളായിരിക്കുന്ന 101 പേര് എവിടെ നിന്നാണ് ജനിക്കുന്നത്? മാംസകഷ്ണത്തിൽ നിന്നാണ് ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? മാംസനിഷ്ഠമാണ് ഈ രാഗദ്വേഷാദികൾ. വികാരങ്ങൾ എന്ന് പറയുന്നത് മാംസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മാംസത്തിൽ നിന്നാണ്, മാംസളമാണ് വികാരങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലാണ് വികാരങ്ങളുള്ളത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അടിസ്ഥാനമിട്ടാണ് ഈ വികാരങ്ങൾ നിൽക്കുന്നത്. ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും ഉപേക്ഷിച്ചവർക്ക് വികാരങ്ങൾ അവരെ ബാധിക്കില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അവരുണ്ടായത് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ കലശത്തിൽ കൊണ്ടുപോയി മാംസകഷ്ണം വെച്ചെന്നാൽ അതിൻ്റെ അകത്ത് നിന്ന് മനുഷ്യരുണ്ടായി വരില്ല. അതൊക്കെ തെറ്റാണ്, അതൊക്കെ അശാസ്ത്രീയമാണ്. പക്ഷേ മഹാഭാരതം പോലെയുള്ള ഇതിഹാസത്തിൽ അത് പറയുന്നത് മറ്റൊരു സത്യത്തെ പ്രതീകവൽക്കരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇവർ സാധാരണ ജന്മങ്ങളല്ല, ഇവരിതിൻ്റെ
ഇവർ യോനിയിൽ നിന്നല്ല പിറന്നത് എന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കുന്നത് നമ്മെ കാണിച്ചു തരുന്നത്. അപ്പോൾ വിപ്രനായാലും പറയനായാലും അവൻ മനുഷ്യനാണോ? അവൻ പിറക്കുന്നത് നരജാതിയിൽ നിന്ന് തന്നെയാണ്, മനുഷ്യർക്കിടയിൽ നിന്ന് തന്നെയാണ്. അവൻ്റെ മഹത്വം മറ്റൊന്നിലും അധിഷ്ഠിതമല്ല എന്ന് നമ്മെ ബോധിപ്പിക്കുന്നു ഭഗവാൻ ജാതി നിർണയത്തിലൂടെ. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ. ദേവാമൃതം